മാനന്തവാടി കർഷകന്റെ ജീവനെടുത്ത കാട്ടാനയെ പിടികൂടാനുള്ള ദൗത്യം ഇന്ന് പുനരാരംഭിക്കും. ചേലൂർ മണ്ണുണ്ടി കോളനിക്ക് സമീപം വനത്തിൽ കാട്ടാന നിലയുറപ്പിച്ചതായാണ് സൂചന. വനംവകുപ്പിന്റെ പ്രത്യേക സംഘം ഇന്നലെ രാത്രി കാട്ടിൽ നിരീക്ഷണം തുടർന്നിരുന്നു. സാഹചര്യം അനുകൂലമായാൽ പുലർച്ചെ സംഘം ആനയെ മയക്കുവെടിവെച്ചേക്കും. സുനിൽ ഐസക്കുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, മണ്ണുണ്ടി വനമേഖലയിൽ തന്നെയാണ് ആനയുള്ളത് എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നു. ഇനിയിപ്പോൾ ദൗത്യസംഘം വെടിവെക്കാനുള്ള ദൗത്യവുമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിരാവിലെ തന്നെ ഈ ദൗത്യം ഉണ്ടാകാനുള്ള സാധ്യത എത്രത്തോളമാണ്? ജിൽസി, ഇന്ന് പുലർച്ചെ 5:00 തന്നെ ദൗത്യം പുനരാരംഭിക്കുമെന്നായിരുന്നു ഇന്നലെ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ രാവിലെ കാലാവസ്ഥ വളരെ മോശമാണ്. വലിയ തോതിൽ മഞ്ഞിറങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ആന ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ്. ആന ജനവാസ കേന്ദ്രത്തിലേക്ക് ഇറങ്ങാതിരിക്കാനായി ഇന്നലെ രാത്രി മുഴുവൻ വലിയ തോതിലുള്ള നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. വനംവകുപ്പിന്റെ വലിയ സംഘം തന്നെ ഈ പ്രദേശത്ത് തമ്പടിച്ചിരുന്നു. അവർ തീ ഇട്ടും അതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചുമൊക്കെ ആയിട്ട് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന അതിർത്തികളിൽ ഇന്നലെ രാത്രി മുഴുവൻ കാവലിരിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ബാവലി, ഞങ്ങളിപ്പോഴുള്ളത് ഇവിടെ ബാവലിയിലെ വനംവകുപ്പിന്റെ ഓഫീസിനടുത്താണ്. നിലവിൽ ഇപ്പോൾ നമുക്ക് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഒരു വ്യക്തത അവർക്ക് വന്നിട്ടില്ല എന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഈ ആന ഇവിടെ നിന്ന് ഈ മണ്ണുണ്ടി കോളനിയുടെ തൊട്ടടുത്താണ് വനമേഖല. അവിടെ ആ ഭാഗത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നു എന്നൊരു സൂചനയാണ് നമുക്ക് വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. പക്ഷെ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇത് നാഗർകോള വന്യജീവി സങ്കേതത്തിലേക്ക് മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യത പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഏതാണ്ട് നമ്മൾ ഈ നിൽക്കുന്ന വനമേഖലയുടെ ഭാഗത്ത് നിന്ന് 3 കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറിയാൽ അവിടെ ഈ നാഗർകോള വന്യജീവി സങ്കേതമാണ്. അവിടെ നിന്നാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത്. അവിടേക്ക് തന്നെ ഇത് മടങ്ങിപ്പോകാനുള്ള ഒരു സാധ്യതയുമുണ്ട്. പക്ഷെ ഇന്നലെ കർണാടക വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥരുമായി CCF അടക്കമുള്ള വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ സംസാരിച്ചിരുന്നു. അവർക്ക് കർണാടക ഇന്നലെ ഉറപ്പ് കൊടുത്തത് ഈ കർണാടകയുടെ അതിർത്തി മേഖലയിൽ കർണാടക വനംവകുപ്പിന്റെ നിരീക്ഷണം ഉണ്ടാകും. എന്തെങ്കിലും തരത്തിലുള്ള വിവരം ലഭിച്ചാൽ അക്കാര്യം കേരള വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിക്കും എന്നും പറഞ്ഞിരുന്നു. പക്ഷെ എന്തായാലും നിലവിൽ ഇപ്പോ ആന ഈ ഭാഗത്തുണ്ട് എന്നൊരു സൂചന മാത്രമാണ് വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ളത്. കാരണം രാവിലെ തന്നെ ഈ ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, മഞ്ഞിറങ്ങിയ സമയമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ളിലേക്ക് കടക്കുക എന്നത് കുറച്ച് സാഹസപ്പെട്ട കാര്യമാണ്. എന്തായാലും ഒരു 6:30 മണിയോടുകൂടി ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ വനംവകുപ്പിന്റെ തെരച്ചിൽ സംഘം വനത്തിനുള്ളിലേക്ക് കടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വനംവകുപ്പിന്റെ വലിയ സംഘം തന്നെ നമ്മൾ ഈ കടന്നു വരുന്ന വഴികളിൽ തമ്പടിച്ചിട്ടുണ്ട്, നിലയുറപ്പിച്ചിട്ടുണ്ട്. അവരൊരു 6:30 വനത്തിനുള്ളിലേക്ക് കടന്നേക്കും. എന്തായാലും ഇന്നലെ നമുക്കറിയാവുന്നതുപോലെ ഏതാണ്ട് ഒരു പകൽ മുഴുവൻ നീണ്ട ശ്രമം വിഫലമായിരുന്നു. ഇന്നലെ പക്ഷേ ഉച്ചയ്ക്ക് ശേഷമാകുമ്പോഴേക്കും ആനയെ ഈ കുങ്കിയാനകളുടെ പുറത്ത് കയറിയാണ് വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവിടേക്ക് ഈ ആനയെ ട്രാക്ക് ചെയ്തത്. ആന ഇവരുടെ കൺമുന്നിൽ തന്നെ പല ഘട്ടങ്ങളിലും ആനയെ കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ മയക്കുവെടി വെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാവുന്ന സമയത്താണ് ആന വനത്തിനുള്ളിലേക്ക് മറഞ്ഞത്. മാത്രവുമല്ല സാഹചര്യം വളരെ മോശവുമായിരുന്നു. അതുകൊണ്ട് സുനിൽ, അതായത് നമുക്കറിയാം ഈ ആനയെ സംബന്ധിച്ചിടത്തോളം അത് നിരന്തരമായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വന്യമൃഗമാണ്. അതുകൊണ്ട് തന്നെ സുനിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗർഹോളയിലേക്ക് അടക്കം അത് മാറി സഞ്ചരിക്കുകയാണെങ്കിൽ തന്നെ ഈ ദൗത്യത്തിന്റെ ഒരു ഗതി എന്തായിരിക്കും? ഇത് നാഗർകോള വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് ആന കടന്നെങ്കിൽ മയക്കുവെടി വെക്കുക ദുഷ്കരമാണ്. ഏതെങ്കിലും തരത്തിൽ അതിനെ മയക്കുവെടി വെക്കാൻ കഴിയില്ല. കാരണം കേരളത്തിന്റെ വനാതിർത്തിയിൽ ആന ഉണ്ടെങ്കിൽ മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ. മാത്രമല്ല ഈ വനത്തിനുള്ളിൽ തന്നെ ഇന്നലെ തന്നെ ഉദ്യോഗസ്ഥർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ആനയുടെ സഞ്ചാര വേഗമാണ്. സാധാരണ മറ്റ് കാട്ടാനകളിൽ നിന്ന് അപേക്ഷിച്ച് വലിയ ആരോഗ്യമുള്ള ആനയാണ്, വലിയ വലിപ്പമുള്ള ആനയാണ്. അതുകൊണ്ട് തന്നെ ഇത് വലിയ വേഗതയിൽ സഞ്ചരിക്കുന്നു. അതാണ് ഒരു പ്രധാന തടസ്സമായി മയക്കുവെടി വെക്കാൻ ഒരു പ്രധാനപ്പെട്ട തടസ്സമായി മുന്നോട്ട് വെച്ചിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വലിയ കൊടും വനമാണ്. ആ കൊടും വനത്തിനുള്ളിൽ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. അതായത് ആനയുടെ അതിന് പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അത് ലഭിക്കുന്നില്ല. ആനയുടെ മസ്തകത്തിൽ ആണ് ഈ മയക്കുവെടി വെക്കുന്നത്. പക്ഷെ ആ ഒരു പൊസിഷനിൽ ആനയെ കിട്ടുക എന്നതാണ് ഏറ്റവും സാഹസം നിറഞ്ഞ കാര്യം. ഈ വനത്തിനുള്ളിലൂടെ ആന വലിയ വേഗതയിൽ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ അതിനെ മയക്കുവെടി വെക്കുക എന്നത് അപ്രായോഗികമായ കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ആനയെ
ആദ്യം ട്രാക്ക് ചെയ്ത് ആനയെ തുരത്തി കുറെ കൂടി തുറസായ ഒരു സ്ഥലത്തേക്ക് മാറ്റുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. അതിനുശേഷം മാത്രമേ മയക്കുവെടി വെക്കാൻ കഴിയൂ. ഇന്നലെ അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാവുകയും ചെയ്തതാണ്. മാത്രമല്ല ഈ റോഡ് ഗതാഗതം അടക്കം ബ്ലോക്ക് ചെയ്തുകൊണ്ട് ആനയെ വെടിവെക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായതാണ്. പക്ഷെ അപ്പോഴേക്കും ആന വേഗതയിൽ സഞ്ചരിക്കുകയും വനത്തിനുള്ളിലേക്ക് മറയുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇന്ന് ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. ഇന്ന് ആന എവിടെ, ആന ഇന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. സുനിൽ, ആന ഇന്നിപ്പോൾ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത ശേഷമായിരിക്കും ഈ ദൗത്യം തുടങ്ങുക. എന്തായാലും 5:30 തന്നെ ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നുണ്ട്. 6:30 തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വനത്തിലേക്ക് കടക്കും. ഇപ്പോൾ മണ്ണുണ്ടി വനമേഖലയിൽ തന്നെയാണ് ആനയുള്ളത് എന്നുള്ളതാണ്. പക്ഷേ ഈ 3 കിലോമീറ്റർ അപ്പുറത്താണ് നാഗർഹോള. അങ്ങോട്ടേക്ക് കൂടുതൽ ആന സഞ്ചരിക്കാൻ തുടങ്ങിയാൽ ഒരു പക്ഷേ ഈ ദൗത്യം ഏത് രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിലൊക്കെ സംശയമുണ്ട്. എന്തായാലും ഇപ്പോൾ ആ ദൗത്യത്തിന് തുടക്കമായിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ്. പക്ഷേ മൂടൽമഞ്ഞൊക്കെ ദൗത്യത്തിന് തടസ്സമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നേരം പുലർന്ന ശേഷമായിരിക്കും ദൗത്യം തുടങ്ങുക എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് സുനിൽ ഐസക് നൽകുന്നത്.